അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത 2024-25 അർദ്ധവാർഷിക പരീക്ഷയിൽ 7ാം തരത്തിലെ താരീഖിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയെ കുറിച്ചാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്തെഴുതാനാണ് പറയുന്നത്. അതിൽ 6 ചോദ്യങ്ങളാണ്. 1. മലബാറിലെ മക്ക പൊന്നാനി. 2. മഖ്തുബുമാരുടെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. 3. അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം ധർമ്മടം. 4. കണ്ണൂരിലെ ഇരിക്കൂറിലാണ് നിലാമുറ്റം. 5. ചേരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ്. 6. മുഹമ്മദ് കാസിം ചരിത്രകാരൻ. സെക്ഷൻ 2 വേർതിരിക്കാം. വേർതിരിച്ചെഴുതാനാണ് പറയുന്നത്. വടക്കേ മലബാറിലാണ് കണ്ണൂർ, കാസർഗോഡ്. തെക്കൻ കേരളത്തിലാണ് എടവണ്ണക്കാട്, കൊടുങ്ങല്ലൂർ, പള്ളിപ്പുറം. മധ്യ മലബാറിലാണ് പറവണ്ണ. ഇനി സെക്ഷൻ 3 പൂർത്തിയാക്കാം. അതിൽ 5 ചോദ്യങ്ങളാണ്. 1. ഹിജറ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. 2. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. 3. ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഅദ് ബിൻ അബി വക്കാസ്. 4. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് സഈദ് റളിയല്ലാഹു അൻഹു. 5. സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ ഖബർ ബസറയിലാണ്. സെക്ഷൻ 4 ഉത്തരം എഴുതാം. 1. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ്? ഇതിൻ്റെ ആൻസർ ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. 2. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു? ആൻസർ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു. 3. അൽ ഖിലാഫത്തുർ റാഷിദയുടെ ഭരണകാലം ഏത് മുതൽ ഏത് വരെയാണ്? ആൻസർ ഹിജറ 11 മുതൽ 40 വരെയാണ്. 4. മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ലഹീറുദ്ദീനുൽ ബാബർ ഷാ. 5. ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത്? ആൻസർ താജുദ്ദീൻ. സെക്ഷൻ 5 രണ്ടെണ്ണം വീതം എഴുതാം. മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ. ഇതിൻ്റെ ആൻസർ മുർഷിദു തുല്ലാബ്, സിറാജുൽ കുലൂബ്, ഷംസുൽ ഹുദ, കിതാബുൽ അദ്കിയ, ഇർഷാദുൽ ഖാസിദീൻ. പേജ് 33 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2. ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന പ്രമുഖർ. ആൻസർ മാലിക് ബിൻ ദീനാർ, ഷറഫ് ബിൻ മാലിക്, മാലിക് ബിൻ ഹബീബ്. 3. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. 4. ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ സമയമായാലുടനെ നിസ്കരിക്കുക, വുളൂ മുറിയാതെ സൂക്ഷിക്കുക, റമളാനിൽ രാവുകൾ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക. 24-ാമത്തെ പേജിൽ അത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി സെക്ഷൻ 6 വ്യക്തമാക്കാം. താഴെ പറയുന്നവരുടെ കുടുംബം ഏതാണെന്ന് വ്യക്തമാക്കുക. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു ഹാഷിം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബനു ഫിഹ്ർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ. സുബൈർ റളിയല്ലാഹു അൻഹു ബനു അസദ്. തൽഹ റളിയല്ലാഹു അൻഹു ബനു തൈം. ഇത്രയും കാര്യങ്ങളാണ് 7ാം തരത്തിലെ താരീഖിൽ നിന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെല്ലാം നല്ല നിലയിൽ എഴുതി വിജയിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു ഇരുലോകത്തും നമ്മെ ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.